ഒരു യാത്രയിൽ നിന്ന് മടങ്ങി വരുമ്പോ, ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോ നേരെ വീട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ എന്നെ പോലെ അല്ല എങ്കിൽ എന്നർത്ഥം. കാരണം ഞാൻ നേരെ വീട്ടിലേക്കല്ലല്ലോ പോണത്, ഞാൻ യാത്ര കഴിഞ്ഞിട്ട് ഇനി പോണത് 5-ാം തീയതിയാ നാട്ടിലെത്തുക. അപ്പൊ നേരെ വീട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ ഭാര്യയെ അറിയിച്ചിരിക്കണം, ഞാൻ കൃത്യം ഇത്ര സമയമാകുമ്പോഴേക്ക് ഞാൻ എന്റെ വീട്ടിലെത്താം. എന്റെ കാരണം അറിയോ ഉമ്മമാരെ? കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. ഭാര്യയെ അറിയിച്ചു പോണം, അതാണ് ഇസ്ലാമിന്റെ നിയമം. ചില ഭർത്താക്കന്മാർക്കൊരു സ്വഭാവമുണ്ട്, ഭയങ്കര സർപ്രൈസ് കാരണമാണ് ഇവൻ. എന്താ സർപ്രൈസ് എന്നറിയോ? ഇവൻ വിദേശത്തുനിന്ന് വരിക നാട്ടിലേക്ക് വരുമ്പോ വീട്ടിൽ ഒരാളെയും അറിയിച്ചിരിക്കില്ല. ഇങ്ങനെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ ബെല്ലടിക്കുമ്പോഴേക്ക് ഭാര്യ തുറന്നു നോക്കും. വാട്ട് എ സർപ്രൈസ്! എന്തൊരു അത്ഭുത! അറിയിക്കാതെ വന്നതാണോ? അത് മാന്യന്മാരെ സ്വഭാവമല്ല. എന്നിട്ട് ആ സർപ്രൈസും എടുത്തിട്ട് ഫേസ്ബുക്കിൽ അങ്ങ് ഇടുക, അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് കമന്റ് എഴുതുക, ലൈക്ക് കൊടുക്കുക, അൺലൈക്ക് കൊടുക്കുക, ഡിസ്ലൈക്ക് കൊടുക്കുക. അതൊന്നും അല്ല ഇസ്ലാമിന്റെ നിയമം. ഇസ്ലാം പറയണത് വരുമ്പോ വീട്ടിൽ അറിയിക്കണം, ഞാൻ ഇത്ര സമയമാകുമ്പോഴേക്ക് എത്തും. ഇസ്ലാമിന്റെ നിയമമാണ്. അപ്പൊ ഉമ്മമാരെന്ത് ചെയ്യണോ? എന്റെ ഭർത്താവ് ഇത്ര സമയമാകുമ്പോഴേക്ക് ഭർത്താവ് വീട്ടിലെത്തും എന്ന് മനസ്സിലാക്കിയിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കി വെക്കണം. അത് ഉമ്മമാർക്ക് സുന്നത്താ. ഭർത്താവ് ഒരു നീണ്ട യാത്ര കഴിഞ്ഞ് 5-ാം തീയതി എത്തിയാൽ, എന്റെ വീട്ടിലെത്തിയാൽ, എന്റെ വൈഫ് എത്ര നല്ല ഭക്ഷണം ഉണ്ടാക്കി വെക്കും അറിയോ? കാരണം 10-15 ദിവസമായി ആ വൈഫിന്റെ ഭക്ഷണം കഴിക്കാതെ ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞത്, എവിടെ പോയി കഴിച്ചാലും സ്വന്തം ഭാര്യ തരുന്ന ഭക്ഷണത്തിന്റെ സ്വാദ് എവിടെയും കിട്ടൂല, ഉറപ്പാ. അപ്പൊ നിങ്ങൾ വന്നിട്ട് എന്റെ വീട്ടിൽ നിന്ന് കഴിച്ചാലും അങ്ങനെ തന്നെയാണ്. നിങ്ങളെ ഭാര്യ അതങ്ങനെ തന്നെ. കാരണം എന്താ? അതങ്ങനെ ചിലപ്പോ ടേസ്റ്റ് ഇല്ലെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ പറയണം. കാരണം കണ്ണൂരിലേക്ക് വന്നാല് നിങ്ങൾ ഒരു ദിവസം എനിക്ക് ഭക്ഷണം തരും എന്ന്, വയലിലുള്ള ദിവസം ഭക്ഷണം തരൂലേ? മയറൂഫ് ഹാജിക്കാന്റെ വീട്ടിൽ ഞാൻ പോയപ്പോ നല്ല ഭക്ഷണം ഉണ്ടാക്കി, പിന്നെ വിഭവങ്ങൾ ഉണ്ടാക്കി. ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ അടുത്തുണ്ട് മറ്റേ സുലൈമാക്ക് എവിടെ പോയി? മൂപ്പർ പറഞ്ഞു, ഉസ്താദ് കഴിച്ചോട്ടെ, ഞാൻ നാളെയും വന്ന് കഴിച്ചോളാം. അപ്പൊ ഞാൻ മയറൂഫ് ഹാജിനോട് ചോദിച്ചു, നാളെ ഉണ്ടാവുമോ, ഉണ്ടാക്കി കൊടുക്കുവോ? ഇല്ലല്ല, അത് ഉസ്താദ് വന്നത് കൊണ്ട് ഉണ്ടാക്കിയതാണതാ. അപ്പൊ ഒരു ദിവസം തരും. ഇനി വേറെ ദിവസം വേറെ സ്ഥലത്താണെങ്കിൽ ആ നാട്ടുകാർ തരും. ലൈഫ് ലോങ് മൊത്തം ഭക്ഷണം തരുവോ ഉമ്മമാരെ? അത് തരുന്നത് കെട്ടിയോളാ, ഭാര്യയാണ്. അതുകൊണ്ട് അത് ചിലപ്പോൾ അക്ഷരാർത്ഥത്തിൽ ടേസ്റ്റ് കുറഞ്ഞ ഫുഡാണെങ്കിലും ഒരു ആലങ്കാരികമായ ടേസ്റ്റ്ഫുൾ ഫുഡ് അതാണ്. അത് എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും അങ്ങനെ തോന്നണം. ഇതിന്റെ അർത്ഥം എന്റെ ഭാര്യന്റെ ഭക്ഷണത്തിന് തീരെ ടേസ്റ്റ് ഇല്ല എന്നല്ലോ. ഓളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, എന്നിട്ട് നാളെ എന്റെ ചങ്ക് പിടിച്ച് ചോദിക്കും, നിങ്ങൾ അവിടെ പോയിട്ട് എന്നെ മാനക്കേടാക്കിയല്ലോ എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു വന്നത്, ആ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അതിനൊരു പ്രത്യേക പേരുണ്ട് ഇസ്ലാമിൽ. ഇരിക്കട്ടെ, ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. അത് ഇസ്ലാം പറഞ്ഞ നിയമമാണ്. പോരാ, ഇനി ഭക്ഷണം കഴിക്കുമ്പോഴും ശ്രദ്ധിക്കണം. ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, ചൂടുള്ള ഭക്ഷണം കഴിക്കൂ. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരോട് നിങ്ങൾക്ക് നല്ല സ്നേഹമുണ്ടെങ്കിൽ ചൂട് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. ചില ഭാര്യമാരുണ്ട്, അപ്പം ചുട്ടിട്ട് ഭാര്യ അടുക്കളയിൽ തന്നെ ആയിരിക്കും, ഭർത്താവോ ഡൈനിങ് ഹാളിലിരിക്കും. ആ ഭർത്താവിന്റെ പ്ലേറ്റിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചൂടപ്പം ഇട്ടുകൊടുക്കും. ആ ചൂടുള്ള അപ്പമുണ്ടല്ലോ, അതിൽ നിന്ന് ഇങ്ങനെ ചൂടിന്റെ ആവി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ളൊരു ഭക്ഷണം നിങ്ങളെ ഭർത്താക്കന്മാർക്ക് കൊടുക്കണ്ട. അത് ബറക്കത്ത് കുറഞ്ഞ ഭക്ഷണമാണ്. അത് പഠിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ അർത്ഥം എന്താ? ചൂടെല്ലാം പോയിട്ട് തണുത്ത ഭക്ഷണം കൊടുക്കണതാ? അങ്ങനല്ല. ആ ആവി പോകുന്ന സ്റ്റേജ് ഉണ്ടല്ലോ, അതിൽ നിന്ന് മാറി കിട്ടണമെന്ന് മാത്രമാണ്. എന്നാ പിന്നെ ആ രൂപത്തിൽ കൊടുത്താൽ മതി. എന്താ കാരണം? ആവിയെല്ലാം പോയിട്ടുള്ള ഭക്ഷണം ഉണ്ടല്ലോ, മനസ്സിലായോ? മനസ്സിലായോ? ആ ചൂട് പോയിട്ടുള്ള ഭക്ഷണം എപ്പോഴും അതാ കഴിക്കുമ്പോ പിന്നെ മനസ്സിലാവാതിരിക്കോ? അപ്പൊ അത് പോയിട്ടുള്ള ഭക്ഷണം, ആ ഭക്ഷണത്തിനാണ് വലിയ ബറക്കത്ത്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിൽ ചൂട് വരുന്നുണ്ടല്ലോ, അതിന്റെ മുകളിൽ കൂടെ ആവി വരുന്നുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ബറക്കത്തുള്ള ഭക്ഷണം അതാണ്. അതുവരെ ഇസ്ലാം പഠിപ്പിച്ചു. ഇനി ഞാൻ ഒന്നും കൂടി പറഞ്ഞോട്ടെ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചെരുപ്പ് ഊരി വെക്കണം. ഇസ്ലാം പറഞ്ഞു ചെരുപ്പ് ഊരി വെക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഹബീബായ തങ്ങളെ മനസ്സിലാക്കണം. തങ്ങളുടെ സന്ദേശം എന്താണെന്ന് പഠിക്കണം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് 2 ചെരുപ്പങ്ങ് ഊരി വെക്കണം. അത് സുന്നത്താണ്.
മൊയിലാരെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ തന്നെയല്ലേ? ചെരുപ്പിട്ടിട്ട് ഭക്ഷണം കഴിക്കാം? ഇല്ല. എന്നാലും ഉണ്ടാവും ചെരുപ്പിട്ട് ഭക്ഷണം കഴിക്കാം. ഏത് ചെരുപ്പ്? വീട്ടിന്റെ പുറത്ത് ഉപയോഗിക്കുന്ന ഒരു ചെരുപ്പ് വേറെ, അകത്ത് ഉപയോഗിക്കുന്ന ഒരു ചെരുപ്പ് വേറെ, അങ്ങനല്ലേ? പുറത്തുള്ള ചെരുപ്പ് തന്നെയാണോ അകത്തേക്കിടാ? ഇല്ല. അത് ചിലപ്പോ പഴയ തറവാട് വീടാണെങ്കിലും ശരി, ചില ആൾക്കൊരു സ്വഭാവമുണ്ട്, പഴയ തറവാട് വീടാണ്, ഇന്നത്തെ പോലെ ടൈൽസോ മാർബിൾസോ ഒന്നുമല്ല, അത് മറ്റേതായിരിക്കും. എന്നാൽ ആ പഴയ തറവാട് വീട് എന്ന് പറഞ്ഞിട്ട് പുറത്തുള്ള ചെരുപ്പ് അകത്തേക്ക് ഇടാൻ പാടില്ല. പുറത്തുള്ള ചെരുപ്പ് പുറത്ത് തന്നെ, അകത്തുള്ള ചെരുപ്പ് അകത്തേക്കാണ്. എന്നാൽ അകത്തേക്കൊരു വേറെ തന്നെ ഒരു ചെരുപ്പ് വെക്കാറുണ്ട്. അകത്തിങ്ങനെ നടക്കാൻ ചിലപ്പോ കാല് ചിലപ്പോ അടിയിലെ തണുപ്പ് കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് ചെരുപ്പ് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അങ്ങനെ ചെരുപ്പ് അകത്തിടുന്നവരാണെങ്കിൽ നിങ്ങളതാ ഡൈനിങ് ഹാളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ 2 ചെരുപ്പൊന്ന് ഊരി വെക്കണേ. അത് ഭക്ഷണം കഴിക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സുന്നത്താണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇനി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാറില്ലേ? ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കുമ്പോഴും ചെരുപ്പ് നിങ്ങൾ അല്പമൊന്ന് അങ്ങോട്ട് ഊരി വെക്കണേ. ഹോട്ടലിന്റെ പുറത്താരും ചെരുപ്പ് ഊരി വെക്കാറില്ലല്ലോ. ഹോട്ടലിന്റെ പുറത്ത് ചെരുപ്പ് ഊരി വെക്കാറില്ല, അകത്തേക്ക് ഇട്ടുകൊണ്ടുപോകലാണ്. മേശയുടെ അടുത്തിരിക്കുന്ന സമയത്ത് മെല്ലയങ്ങ് ചെരുപ്പ് അവിടെ തന്നെ ഒന്ന് ഊരി വെച്ച് കഴിക്കണം. അത് ഭക്ഷണത്തോടുള്ള മര്യാദയാണ്. അത് പാലിക്കണമെന്ന് പഠിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇങ്ങനെ എത്ര കാര്യങ്ങളുണ്ട്.